ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരീക്ഷയുടെ മുൻപല്ല കുട്ടികളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്. ഓരോ ക്ലാസ്സും തുടങ്ങുമ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കുട്ടികൾ തുടങ്ങുകയും വേണം. അത് തുടങ്ങാൻ വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ പ്രേരിപ്പിക്കുകയും വേണം. റിലാക്സ്ഡ് ആയിട്ട് വളരെ മാനസികമായിട്ട് അയവ് വന്ന അവസ്ഥയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായി നമ്മൾ ഓർക്കാൻ സാധ്യത. പരീക്ഷയ്ക്ക് തൊട്ട് തലേ ദിവസം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ടെൻസായിട്ട് അല്ലെങ്കിൽ വളരെ ഉത്കണ്ഠയോടുകൂടി നമ്മൾ പഠിക്കുകയും അത് പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ട കാര്യം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും. രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത് അറ്റൻഷൻ. അതിനു വേണ്ടിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യം നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ശരിയായി സമയത്ത് ഭക്ഷണം കഴിക്കുക, ശരിയായി സമയത്ത് ഉറങ്ങുക, ഇതെല്ലാം കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പഠനവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും പരോക്ഷമായി ഇവ പഠന സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ആവർത്തിച്ച് വായിക്കുവാൻ നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കണം. വായിക്കുന്ന ഭാഗങ്ങൾ നോട്ടുകൾ എഴുതി സൂക്ഷിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ സമയക്ലിപ്തത പാലിക്കുവാനുള്ള കാര്യങ്ങൾ, പ്രയാസമുള്ള കാര്യങ്ങൾ ആദ്യം അല്ലെങ്കിൽ അവസാനം വായിക്കുവാൻ, ഇതുപോലെയുള്ള ചില ടെക്നിക്കുകൾ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. സാധാരണ മുതിർന്നവരെക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് കുട്ടികളെ മൈൻഡ്ഫുൾനെസ് അഥവാ പൂർണ്ണമായി ശ്രദ്ധ നൽകുവാനുള്ള ഒരു പ്രക്രിയ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും എളുപ്പ വഴിയെന്ന് പറയുന്നത് ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അന്തരീക്ഷത്തിലുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ വിവിധ തരം ഭക്ഷണങ്ങളുടെ രുചികൾ ആസ്വദിക്കാനും അത്തരം ഭക്ഷണങ്ങൾ അറിഞ്ഞ് കഴിക്കുവാനും വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. കൊച്ചു കൊച്ചു കളികൾ, അതിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രവണതകൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ബോഡി സ്കാൻ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രതിഭാസവും അല്ലെങ്കിൽ പ്രക്രിയയും നമുക്ക് കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ പഠിപ്പിക്കാം. ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ നമുക്കൊരു വ്യായാമമാണെന്ന് പറയാം. ചില കുട്ടികൾക്ക് മാനസികമായി മനസ്സിലേക്ക് ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും. അത്തരം ആളുകൾക്ക് വളരെ വ്യക്തമായി, വളരെ പ്രയാസമില്ലാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമായി ബോഡി സ്കാൻ മെഡിറ്റേഷനെ കാണാം. തല മുതൽ കാല് വരെയുള്ള ഓരോ ശരീരഭാഗവും ഓരോ അവയവവും വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് കടന്നു പോകുന്ന ഒരു എക്സസൈസാണ്. മനസ്സുകൊണ്ട് ശരീരം സ്കാൻ ചെയ്യുക എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിനെ ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ഇരുന്നും കിടന്നും ചെയ്യാം. മലർന്നു കിടന്ന് അല്ലെങ്കിൽ ഒരു കസേരയിലിരുന്ന് സാവധാനം തല മുതൽ നെറ്റി, മൂക്ക്, ഇങ്ങനെ ശരീരഭാഗങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് സാവധാനത്തിൽ കാൽവിരലുകൾ വരെ എത്തുന്ന ഒരു പ്രക്രിയ. പരീക്ഷയുടെ സ്ട്രെസ്സ് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ 2 തരം സ്ട്രെസ്സുകളെ പറ്റി പറയാറുണ്ട്. ഒന്ന് സ്ട്രെസ് അല്ലെങ്കിൽ നല്ല സ്ട്രെസ് എന്നും, ഡിസ്ട്രെസ് അല്ലെങ്കിൽ ചീത്ത സ്ട്രെസ് എന്നും. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ പ്രവർത്തിക്കാതാക്കുന്ന സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എത്രയൊക്കെ പഠിച്ചാലും പരീക്ഷയുടെ സമയത്ത് നമുക്കറിയില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി പഠിക്കാമായിരുന്നു എന്നുള്ള തോന്നൽ, അത് സ്ട്രെസ്സിൻ്റെ ലക്ഷണമാണ്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഒട്ടും പഠിക്കാതിരിക്കുന്ന കുട്ടി പരീക്ഷയ്ക്ക് മുമ്പ് ആകെ അലങ്കോലപ്പെട്ട് അവശനാകുന്ന അവസ്ഥയാണ്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ചില അവസരങ്ങളിൽ പരീക്ഷയ്ക്ക് മുമ്പ് പ്രത്യേകിച്ചൊന്നും തോന്നാത്ത ഒരു മരവിപ്പ് അതിൻ്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടേക്കും. ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു ചോദ്യമാണ് ഭക്ഷണങ്ങളാണ് നമ്മളെ പഠിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്നുള്ളത്. പക്ഷേ ലോകമൊട്ടാകെയുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു ഭക്ഷണവും പഠിത്തത്തെ സഹായിക്കുന്നോ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യുന്നില്ല. വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, എന്ത് കഴിക്കരുത്. മസ്തിഷ്കത്തെ മന്ദീഭവിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ,
ഇത് ഒഴിവാക്കിയാൽ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, വളരെ ഗേഷ്യസ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ അത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായിക്കും. അത് പഠനത്തെ അനുകൂലമായി സഹായിക്കുകയും ചെയ്യും. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 24 മണിക്കൂറിനകം അതൊന്ന് തിരിച്ച് റിഹേഴ്സ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ അതിൻ്റെ 80% നമ്മൾ മറന്നു പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം 2-3 തവണ അത് ആവർത്തിച്ച് വായിക്കുകയോ മനസ്സിൽ പറഞ്ഞു നോക്കുകയോ വേണം. നമ്മൾ പഠിക്കുന്നതിൽ പലപ്പോഴും വായിക്കുമ്പോൾ 10%, കേൾക്കുമ്പോൾ 20%, കാണുമ്പോൾ 30%-മാണ് നമ്മൾ ഓർക്കാൻ സാധ്യത. പക്ഷേ ഇതെല്ലാം വായന, കേൾവി, കാണൽ ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് ഏകദേശം 70 മുതൽ 80% വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്താൽ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കാലം ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ അതൊക്കെ സഹായിക്കും. കണ്ട് പഠിക്കുക, വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, ഇത് 3മാണ് സാധാരണഗതിയിൽ ഫോർമുലകൾ പഠിക്കാൻ ഏറ്റവും എളുപ്പവഴി. മറ്റൊരു വഴിയുള്ളത് ഈ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഫോർമുല പഠിക്കാനുള്ള, ഇക്വേഷൻ പഠിക്കാനുള്ള മറ്റൊരു എളുപ്പ വഴിയാണ്. ഇതൊന്നും സാധിക്കാത്ത കുട്ടികൾക്ക് പല നിറങ്ങളിൽ ഈ ഫോർമുല ഒരു പേപ്പറിൽ എഴുതി കൺമുൻപിൽ ഒട്ടിച്ചു വയ്ക്കുക. അതുവഴി പോകുമ്പോഴൊക്കെ ഈ ഫോർമുലയൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ഫോർമുലകൾ പഠിക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ട് ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്. ആവർത്തിച്ചൊരു കാര്യം നോക്കി മനസ്സിൽ അതിൻ്റെ ഒരു ബിംബം പതിപ്പിക്കുക എന്നുള്ളത്. ലിങ്ക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മാർഗമുണ്ട്. പരസ്പര ബന്ധമില്ലാത്ത വ്യത്യസ്ത കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് നമുക്കത് ഓർക്കാൻ പറ്റും. ഉദാഹരണമായി ഒരു പശു, പേന, ആന, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു പശു പേനയെടുത്ത് ആനയെ വരച്ചു. ഈ രീതിയിൽ ലിങ്ക് ചെയ്ത് ഒരു കഥ പോലെ ഉണ്ടാക്കി നമുക്ക് ഓർക്കാൻ പറ്റും. പീരിയോഡിക് ടേബിളിലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ലിങ്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഓർക്കാൻ പറ്റും.